കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും നൽകിയ ലിസ്റ്റ് അനുസരിച്ച് അതിൽ സോർട്ട് ഔട്ട് ചെയ്ത് KPCC പുനഃസംഘടനാ പട്ടിക പുറത്തിറക്കി. പക്ഷേ ഈ ഒരു പട്ടിക പുറത്തു വന്നതിന് മുൻപ് വരെ ഉണ്ടായിരുന്ന നേതാക്കന്മാരെല്ലാവരും പട്ടിക പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ KC വേണുഗോപാലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും പറയുന്നത് അദ്ദേഹത്തിന് താല്പര്യമുള്ളവരെ മാത്രം ഉൾപ്പെടുത്തി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു നീക്കം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഈ തീയും പുകയും ഒക്കെ കാരണം അത് കോൺഗ്രസിനെ നെഗറ്റീവായിട്ട് ബാധിക്കില്ലേ? ഈ തീയും പുകയും ഉണ്ടെങ്കിലേ കോൺഗ്രസ് ഉള്ളൂ. അതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇപ്പം ജനാധിപത്യം എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള, അതായത് ഉൾപാർട്ടി ജനാധിപത്യം ഏറ്റവും കൂടുതലുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പം കഴിഞ്ഞ കാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ വളരും തോറും പിളരും തോറും വളരും. ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് കോൺഗ്രസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെ അല്ല ഈ അടിയും വഴക്കും തുടങ്ങിയത്. അപ്പോൾ അധികാരത്തിന് വേണ്ടി അടിയും വഴക്കും ഉണ്ടാക്കി പുതിയ പാർട്ടികൾ ഉണ്ടാക്കി പോകുന്ന ഒരുപാട് പേര് നമ്മൾ കോൺഗ്രസിൽ തന്നെ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് കോൺഗ്രസ് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇന്ന് 2-3 ഗ്രൂപ്പുകൾ ഉള്ളിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്ന രീതിയിലേക്ക് മാറി. പിന്നെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഗ്രൂപ്പ് കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ചിന്താശേഷിയുള്ള ഒരു പറ്റം യുവ നേതാക്കൾ അതിലൂടെ കടന്നു വരുന്നുണ്ട്. അവരൊന്നും ഗ്രൂപ്പ് സംവിധാനത്തിലൂടെ അല്ല കടന്നു വരുന്നത്. പക്ഷെ അവരുടെ എല്ലാം ഉള്ളിൽ ഈ ഒരു തീ വളർന്നു വരുന്നുണ്ട്. അതായത് ഗ്രൂപ്പ് കൊണ്ട് മാത്രം ഇവിടെ നിന്നു പോകാൻ കഴിയില്ല, ഈ പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ അടിയിലെ മണ്ണൊലിച്ചു പോകുന്ന അവർ കൃത്യമായിട്ട് അറിയുന്നുണ്ട്. അത് മുകളിലേക്ക് പറയുമ്പോൾ മുകളിലുള്ള ആളുകൾക്ക് ഇപ്പോഴും അധികാരം മാത്രമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പം ജംബോ കമ്മിറ്റി വന്നു. ജംബോ കമ്മിറ്റിയിൽ അത്രയും ഫിൽട്ടർ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടും അവിടെ അടിയും വഴക്കും തീരുന്നില്ല. കാരണം എല്ലാവർക്കും ജനറൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റും സെക്രട്ടറിമാരും ഒക്കെ ആകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേസമയം CPM നോക്കിക്കഴിഞ്ഞാൽ CPM അതിലും നേതാക്കന്മാരുണ്ട്. ഇവർക്ക് സെക്രട്ടേറിയറ്റ് മെമ്പർമാരായിട്ടും പാർട്ടി മെമ്പർമാരായിട്ടും ഒരുപാട് പേര് കോൺഗ്രസിനേക്കാൾ കൂടുതൽ ആളുകളെ ഇവർ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ കോൺഗ്രസ്സിൽ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ജംബോ കമ്മിറ്റികൾ വന്നത്. അതിനു മുമ്പിട്ട് കൃത്യമായിട്ടുള്ള കമ്മിറ്റികൾ, അതായത് 15 20 അല്ലെങ്കിൽ മാക്സിമം 10-30 പേര് വരുന്നൊരു കമ്മിറ്റി മാത്രമായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത്. പിന്നീട് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് കോൺഗ്രസ്സിൽ ജംബോ കമ്മിറ്റി കൊണ്ടുവന്നത് MM ഹസനായിരുന്നു. ഈ MM ഹസനാണ് യഥാർത്ഥത്തിൽ ഈ പാർട്ടി നശിപ്പിച്ചത് എന്ന് ഞാൻ വേണമെങ്കിൽ പറയും. കാരണം അദ്ദേഹം അന്ന് ഇത്രയും ആളുകളെ കൊണ്ടുവന്ന്, അതിനു മുമ്പിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ജനറൽ സെക്രട്ടറിമാർക്കാണെങ്കിലും വൈസ് പ്രസിഡന്റുമാർക്കാണെങ്കിലും ഇവർക്കെല്ലാം ഒരു പവർ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് കോൺഗ്രസിന്റെ ഒരു ജനറൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിലമതിക്കുമോ? അപ്പുറത്തെ പാർട്ടിയിലുള്ളവർ പോലും വിലമതിക്കത്തില്ല. 1000 പ്രസിഡന്റുമാരി ഒരാൾ അല്ലെങ്കിൽ 1000 സെക്രട്ടറിമാരി ഒരാൾ, ആ രീതിക്ക് മാത്രമേ ഇവരെ കാണത്തുള്ളൂ. അത്തരത്തിൽ കോൺഗ്രസിനെ നശിപ്പിച്ചൊരു നേതാവ് MM ഹസനായിരുന്നു. കാരണം ഇവരൊക്കെ ചെയ്തു വെച്ചതിൻ്റെ പാപഫലങ്ങളാണ് ഇന്ന് വരുന്ന ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ജംബോ കമ്മിറ്റികൾ ഉണ്ടാക്കി, ഇപ്പം തന്നെ 56 പേരടങ്ങുന്ന ജംബോ കമ്മിറ്റി ഉണ്ടാക്കി. എന്നിട്ട് എന്താ സംഭവിച്ചത്? വീണ്ടും അടിയും വഴക്കാണ്, അതൃപ്തികളാണ്. ഓരോ നേതാക്കന്മാരും അതൃപ്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ ആളുകളെ കൊണ്ടുവന്നിട്ടില്ല. അതെ, തങ്ങൾ കൊടുത്ത ആളുകളെ K മുരളീധരനൊക്കെ ആണെങ്കിലും ഒരു വ്യക്തിയുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിനെ പോലും ഉൾക്കൊള്ളിക്കാൻ സാധിച്ചില്ല എന്നുള്ള രീതിയിലുള്ള വലിയ വിമർശനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതെങ്ങനെ പേര് വരുമ്പോഴത്തേക്കും വെട്ടിക്കളയും. കാരണം ഇത്ര അതായത് A ഗ്രൂപ്പിൽ നിന്ന് I ഗ്രൂപ്പിൽ നിന്ന് ഇത്ര പേരെ എടുത്തതിന് ശേഷം തങ്ങളുടെ ആളുകളെ മാത്രം തിരികെ കയറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മേൽത്തട്ട് ആരാണോ ഭരിക്കുന്നത്, ആ കോക്കസ് ആരാണോ കൈകാര്യം ചെയ്തത്, അവരുടെ ആളുകൾ മാത്രം അധികാരത്തിലേക്ക് കടന്നു വരും. അവരെ മാത്രം, അതായത് നമുക്കറിയാം ഇപ്പൊ VD സതീശൻ എങ്ങനെയാണ് കടന്നു വന്നത്. VD സതീശൻ അതിനു മുമ്പിട്ട് ഒരു MLA ആയിരുന്നപ്പോൾ ആർക്കും അറിയത്തില്ലായിരുന്നു. പക്ഷേ VD സതീശനെ പ്രതിപക്ഷ നേതാവായതിനു ശേഷം അദ്ദേഹത്തിന് കിട്ടിയൊരു റേഞ്ച് ഉണ്ട്. ആ വൈഡ് റേഞ്ച് അത് അങ്ങനെയാണ് കിട്ടിയത്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡായിട്ട് മാറിയത്. ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ആ ഒരു ബ്രാൻഡായിട്ട് മാറിയത്. അപ്പൊ ഈ അധികാര സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ മാത്രമേ ഇവർക്ക് ആ ഒരു ബ്രാൻഡ് ആവാനും അല്ലെങ്കിൽ ആളുകളുടെ ഇടയിലേക്ക് ചെന്നിറങ്ങി നിൽക്കാനും കഴിയത്തുള്ളൂ. പിന്നെ പരിപാടികൾ കിട്ടണമെങ്കിൽ ഇവരെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ വേദികളിൽ ഇവരെ ഉൾപ്പെടുത്തുക, ഇവരെ ഉദ്ഘാടനത്തിന് വിളിക്കുക, ഇവർ തന്നെ ഉദ്ഘാടനം ചെയ്യണം. ഈ നേതാക്കന്മാർ തമ്മിൽ ഭയങ്കര ഈഗോ ആണ്. ഇപ്പം ഇവരുടെ മണ്ഡലങ്ങളുണ്ട്. ഇപ്പം ഒരു മണ്ഡലം, ഇപ്പം കൊല്ലം മണ്ഡലത്തില് 2 സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരോ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിമാരോ ഉണ്ടെങ്കിൽ ഇവരെ ഒരാളെ മാറ്റിയെടുത്തിട്ട് ഒരാളെ ഉദ്ഘാടനത്തിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് പിണക്കമായിരിക്കും. ഇപ്പുറത്തെ ആൾ വന്നില്ലെങ്കിൽ മറ്റേ ആൾക്ക് പിണക്കമായിരിക്കും. അപ്പം ഇങ്ങനെ പിണക്കങ്ങൾ മാത്രം കൊണ്ട് നടക്കുന്ന ആളുകളായിട്ട് ഈ ഉയർന്ന സ്ഥാനത്തിലിരിക്കുന്ന ആളുകൾ മാറുന്നതാണ് ഈ കോൺഗ്രസ് ഏറ്റവും വലിയ കുഴപ്പം. അപ്പൊ ഇത് കാണുന്ന അടിത്തട്ടുള്ള ആളുകളോ ഇവരും ചിന്തിക്കും, എന്തിനാണ് ഇവനെയൊക്കെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ ഇവർക്ക് ആ ഒരു പോസ്റ്റിന്റെ റെസ്പെക്ട് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല എന്നവർക്ക് തോന്നും. കാരണം ഒരു ബൂത്ത് പ്രസിഡന്റ് കാണിക്കുന്നത് അല്ലെങ്കിൽ മണ്ഡലം പ്രസിഡന്റ് അല്ലെങ്കിൽ സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കാണിക്കുന്നതിന്റെ കൂട്ടാണ് ഈ നേതാക്കന്മാരും കാണിക്കുന്നത്. അപ്പം ഇവരെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
അപ്പം ഏത് കാലത്ത് നോക്കി കഴിഞ്ഞാലും കോൺഗ്രസ് ഇത്തരത്തിലുള്ള അടികളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഈ ഒരു പുനഃസംഘടന പട്ടിക പുറത്തുവിട്ട സമയത്ത് ഇപ്പോൾ വാർത്തകൾ വരുന്നതനുസരിച്ച് പാർട്ടിക്ക് വേണ്ടി ജീവിച്ച അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ജീവൻ വരെ ത്യജിച്ച അല്ലെങ്കിൽ ജീവിതം പോലും മാറ്റിവെച്ചിട്ടുള്ള എന്ന് പറയപ്പെടുന്ന യുവ നേതാക്കന്മാരെ ഈ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വിമർശനമാണ് ഉയർന്നു നിൽക്കുന്നത്. പക്ഷേ എപ്പോഴും കാണുന്നതിൽ നിന്നും കോൺഗ്രസിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. പൊതുവെ മാധ്യമങ്ങൾ ഒരു വിഷയത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു നേതാവിനോട് ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു 4 നേതാക്കന്മാരോട് ചോദിച്ചാൽ കോൺഗ്രസിലെ 4 നേതാക്കന്മാർക്കും 4 അഭിപ്രായമായിരിക്കും. പക്ഷേ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വി ഡി സതീശനോടൊക്കെ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഇതൊക്കെ പാർട്ടിയുടെ തീരുമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. ഇതൊരു പക്ഷേ വി ഡി സതീശൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ KC വേണുഗോപാലിനെതിരെ നിൽക്കുന്ന ആ ഒരു കൂട്ടം ഇനി വി ഡി സതീശനെതിരെ തിരിയുമെന്നുള്ള ഭയമായിരിക്കുമോ? ഭയം മാത്രമല്ല, പാർട്ടിക്കെതിരായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് അബിൻ വർക്കി ആദ്യത്തെ ദിവസം ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പിന്നീട് അദ്ദേഹം ഒന്നും മിണ്ടാതെ പോയത്. എന്തുകൊണ്ടാണ്? പാർട്ടിക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വില അങ്ങ് പോകും. അതുകൊണ്ടാണ് ഇവർ പാർട്ടിക്കെതിരെ ഒന്നും സംസാരിക്കാത്തത്. പിന്നെ അത് മാത്രമല്ല, അണികൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കുറെ കഴിയുമ്പോഴത്തേക്ക് ഈ നേതാക്കന്മാരെ മടുത്തു തുടങ്ങും. കാരണം ഇവരാരും ഇവരുടെ അടിമകളൊന്നും അല്ലല്ലോ. ഇവർ ആശയങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ഇവരുടെ മറ്റു കാര്യങ്ങൾ കൊണ്ടുമായിരിക്കും ഇവർ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത്. ഈ നേതാക്കന്മാരെ ഒന്നും കണ്ടിട്ടല്ലേ ഇവർ പാർട്ടിയിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ചില നേതാക്കന്മാരെ ഇവർക്ക് ഇഷ്ടമായിരിക്കും. ഇപ്പം നമുക്ക് തന്നെ പേഴ്സണലായിട്ട് പല നേതാക്കന്മാരെ ഇഷ്ടമായിരിക്കും. ഇപ്പം ഷാഫി പറമ്പിൽ ആളുകളോട് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ ചേർത്ത് നിർത്തുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് അദ്ദേഹത്തിനൊരു സ്നേഹം തോന്നും. അപ്പം ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടി എങ്ങനെയാണ് ആളുകളെ ഡീൽ ചെയ്തത്, അല്ലെങ്കിൽ ഒരാൾ ഉമ്മൻചാണ്ടിയെ പറ്റി പറയുന്നത്, അത് ഉമ്മൻചാണ്ടിയുടെ അടുത്ത് വന്നിട്ട് പോകുന്ന ആളുകൾ അദ്ദേഹത്തെ പറ്റി പറയുന്ന കാര്യങ്ങളുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു സന്തോഷം ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് വരെ കണ്ണുനീര് പൊഴിയും. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ മരണസമയത്ത് നമ്മൾ കണ്ടതാണ് ജനലക്ഷങ്ങൾ ആ ഒരു വാഹനത്തിന്റെ പുറകെ പോകുന്നത്. അപ്പോൾ അവിടെയെല്ലാം കണ്ണീരായിരുന്നു. പക്ഷെ VS അച്യുതാനന്ദന്റെ മരണസമയത്ത് അങ്ങനെയല്ല, അവിടെ ആവേശമായിരുന്നു. കാരണം 2 നേതാക്കന്മാരാണ്, ഒരേ യുഗത്തിൽ ജീവിച്ചിരുന്ന 2 പേരാണ്. അപ്പൊ 2 പേരും 2 രീതിയിലാണ് ആളുകളെ ചേർത്ത് പിടിച്ചതും അല്ലെങ്കിൽ അവരെ നയിച്ചതും. ആ ഒരു ആവേശമാണ്. ഇപ്പം VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള ആവേശമായിരുന്നു. ആ വരുന്ന ജനങ്ങളെല്ലാം VS എന്ന് ഏറ്റുപിടിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം VS നയിച്ചിരുന്ന സമരങ്ങളും അദ്ദേഹത്തിന്റെ ചിന്താശേഷിയും അദ്ദേഹത്തിന്റെ ദാർശനികതയും അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു VSനെ ചേർത്ത് പിടിക്കാൻ കാരണം. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് ആളുകളെ ചേർത്ത് പിടിക്കുക, അവരുടെ കഷ്ടങ്ങളിലൊപ്പം നിൽക്കുക, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഇപ്പം ഉമ്മൻചാണ്ടിയുടെ അടുത്ത് പോകുന്ന എല്ലാവർക്കും ഓരോ കുറിപ്പ് കൊടുക്കും. ഞാൻ ഉമ്മൻചാണ്ടിയാണ്, ഇവർക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞൊരു ചെറിയ പേപ്പർ കഷ്ണം എഴുതി കൊടുക്കും. ഇവരെ അത് കൊണ്ടുവന്ന് എവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു വിലയുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ കാലത്തെ നേതാക്കന്മാർക്ക് ഒരു വിലയും ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ 50 സെക്രട്ടറിമാരിൽ ഒരു സെക്രട്ടറി, 50 ജനറൽ സെക്രട്ടറിമാരിൽ ഒരു ജനറൽ സെക്രട്ടറി, ആ ഒരു വില ഇവർക്ക് കൊടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഈ ജംബോ കമ്മിറ്റികളാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ ശാപം. ജംബോ കമ്മിറ്റികൾ മാറ്റിയിട്ട് വർക്ക് ചെയ്യുന്ന കമ്മിറ്റികൾ ഉണ്ടാക്കിയെടുക്കണം. ജംബോ കമ്മിറ്റി എന്തിനാണ്? 3 കൊല്ലം ഇവർ വെറുതെ ഇരിക്കും, ഒരു കാര്യം ചെയ്യത്തില്ല. ഇപ്പം 10ഓ 14ഓ പേരാണെങ്കിൽ അത് കൃത്യമായിട്ട് നടന്നു പോകും. അപ്പൊ ആള് കൂടിയ പാമ്പ് ചാവത്തില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഉള്ളത്. ഈ ആള് കൂടുന്നതുകൊണ്ടാണ് ഇവിടെ ഒന്നും നടക്കാതെ പോകുന്നത്. അതേസമയം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു 10ഓ 15ഓ പാനലിനെ സെറ്റ് ചെയ്തിട്ട് ഇവർ നോക്ക്. എന്നിട്ട് ബാക്കിയുള്ളവർക്ക് വേറെ കാര്യങ്ങൾ കൊടുക്കുന്നേ. ഇവിടെ KPCC മാത്രമല്ല ഉള്ളത്, DCC ഉണ്ട്, ബ്ലോക്ക് കമ്മിറ്റി ഉണ്ട്. ഈ DCC ഒക്കെ ചത്തിരിക്കുകയാണ്. എത്ര DCC പ്രസിഡന്റുമാണ് വർക്ക് ചെയ്യുന്നത്? ഈ ഒരു ജംബോ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു പട്ടിക പുറത്ത് വന്ന സമയത്ത് അതിനകത്ത് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് തിരുവനന്തപുരം DCC പ്രസിഡന്റ് രാജിവെച്ച DCC പ്രസിഡന്റിനെ ഈ ഒരു കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ആ ഒരു വിഷയമാണ് ഏറ്റവും കൂടുതൽ KC വേണുഗോപാലിനെതിരെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഇത്രയും വിമർശനങ്ങൾ ഉയർന്നു വരാൻ കാരണം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ KC വേണുഗോപാൽ സ്വന്തം താല്പര്യങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് അവിടെയാണ് നമ്മൾ സംശയിക്കേണ്ടത്. ഇവരെവിടെയാണ് ഇത് ചർച്ച ചെയ്തത്, അല്ലെങ്കിൽ ഏത് കോർണറിലാണ് ഇത് ചർച്ച ചെയ്തിട്ടുള്ളത്, ആരൊക്കെയാണ് ആ പാനലിൽ ഉണ്ടായിരുന്നത്? അതൊന്നും ആർക്കും അറിയുന്ന കാര്യമല്ല. ഇത് എവിടുന്നോ ഒരു കമ്മിറ്റിയുടെ ലിസ്റ്റ് വരുന്നു, അത് കൊടുക്കുന്നു, പാസ്സാക്കി എടുക്കുന്നു. അതിനപ്പുറത്തേക്ക് ചർച്ചയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ VD സതീശൻ തന്നെ പറഞ്ഞു അത് പാർട്ടി പ്രസിഡന്റിനോട് ചോദിക്കണം, പാർട്ടി പ്രസിഡന്റാണ് ചെയ്തത്. പാർട്ടി പ്രസിഡന്റ് പറയുന്നത് എന്താണ്? കോൺഗ്രസ് ഒരു ജംബോ പാർട്ടിയാണ്, അതുകൊണ്ട് ജംബോ കമ്മിറ്റിയാണ് കോൺഗ്രസിന് വേണ്ടത്. ഒരു കാലഘട്ടത്തിൽ ഒരു ജംബോ കമ്മിറ്റി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അതിശക്തരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇവരെ എല്ലാം DCC കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരൂ. DCC, അതായത് ഈ ജില്ലാ കമ്മിറ്റികൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ KPCCക്ക് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ചത്ത് കിടക്കുന്ന DCC കമ്മിറ്റിയിൽ ഇത്രയും വലിയ നേതാക്കന്മാരെ കൊണ്ടിരുത്തിയിട്ട് ഒരു കാര്യവുമില്ല. ആദ്യമേ DCC കമ്മിറ്റികൾ റെഡിയാക്കണം. ഇപ്പൊ ഒരു വീട് വെക്കുമ്പോൾ മേൽക്കൂര മാത്രം നന്നായിട്ട് കാര്യമില്ലല്ലോ, അതിന്റെ അടിവശവും കൂടെ നന്നാവണ്ടേ?
അപ്പം DCC കമ്മിറ്റികളും ബ്ലോക്ക് കമ്മിറ്റികളും ഇവർ ശരിയാക്കട്ടെ. ഇതുവരെ DCC പ്രസിഡന്റുമാരെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്? എല്ലാ DCCയും ചത്തു കിടക്കുകയാണ്. ആകെ 2-3 DCCകൾ മാത്രമാണ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. അത് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ അവിടെ ഉണ്ടാവും. DCC കമ്മിറ്റി ഫ്ലോപ്പ് ആയിട്ടുള്ള ഏതെല്ലാം മണ്ഡലങ്ങളുണ്ടോ അവിടെ ഒന്നും പാർട്ടി വളർന്നിട്ടില്ല. DCC പ്രസിഡന്റ് ഉണ്ടെങ്കിലല്ല പിന്നെ താഴോട്ട് വർക്കിംഗ് നടക്കത്തുള്ളൂ. ഇവിടെ KPCC പ്രസിഡന്റ് ഉണ്ട്, KPCC വർക്ക് ചെയ്യും. ഇപ്പം പുറത്ത് കിടക്കുന്ന ഇപ്പം സെക്രട്ടേറിയറ്റ് സമരം, അത്തരത്തിലുള്ള സമരങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ KPCC ഒരു സമരം നടത്താൻ പ്രഖ്യാപിക്കുന്നു, അത് താഴെ തട്ടിലെ ആളുകൾക്ക് കൊടുക്കുന്നു. ഇത് താഴെ തട്ടിൽ 10-20 പേരേ ഉള്ളൂ. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ 100-200 പേരുണ്ടായിരുന്നവരെല്ലാം കുറഞ്ഞ് 10-20 പേര് മാത്രമായിട്ട് ചുരുങ്ങി. അവര് ഒരു ബ്ലോക്ക് കമ്മിറ്റിയുടെ പരിപാടി നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് കമ്മിറ്റിയുടെയാണ് ഏകദേശം 6 പഞ്ചായത്തുകൾ ചേർന്ന് നടക്കുന്ന ഒരു ബ്ലോക്ക് കമ്മിറ്റിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം 20 ആയിരിക്കും. ഭാരവാഹികളുടെ എണ്ണം 100 ആയിരിക്കും. ഈ 100 ഭാരവാഹികൾ അല്ലെങ്കിൽ 150 ഭാരവാഹികൾ ഒരു പഞ്ചായത്തിൽ കുറഞ്ഞത് ബ്ലോക്ക് കമ്മിറ്റിയിലേക്ക് 5-10 പേര് കാണാം. 6 പഞ്ചായത്തിൽ നിന്നാകുമ്പോൾ തന്നെ 60 പേരായി. അതേപോലെ തന്നെ മണ്ഡലം ഭാരവാഹികൾ, മണ്ഡലം കമ്മിറ്റി, ബൂത്ത് കമ്മിറ്റി, എങ്ങനെ പോയി കഴിഞ്ഞാലും 100-300 പേരെ പങ്കെടുപ്പിച്ച് പരിപാടി നടത്താൻ കഴിയുന്ന ബൂത്ത് കമ്മിറ്റികൾ ഇന്ന് നടത്തുന്ന പരിപാടി 20 പേരാണ്. അതിൽ ഒന്ന് ബ്ലോക്ക് പ്രസിഡന്റ് ആയിരിക്കും, ബാക്കി 6 പേരും മണ്ഡലം പ്രസിഡന്റുമാരായിരിക്കും. പിന്നെ അവർ കൊണ്ടുവരുന്ന 2-3 പേര് പിന്നെ ബ്ലോക്ക് സെക്രട്ടറിമാർ. ഇവർ മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ പങ്കാളിത്തം അവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനെ പോലും കൂട്ടി വിളിച്ചുകൊണ്ട് വരാൻ കഴിയാത്ത ബ്ലോക്ക് പ്രസിഡന്റുമാരും മണ്ഡലം പ്രസിഡന്റുമാരും ബൂത്ത് ഭാരവാഹികളും ഉള്ള കാലത്തിലൂടെയാണ് കോൺഗ്രസ് പൊക്കോണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കമ്മിറ്റികൾ മാറ്റി കൃത്യമായിട്ട് വർക്കിംഗ് കമ്മിറ്റികൾ കൊണ്ടുവരൂ. ആ വർക്ക് ചെയ്യാൻ അവർക്ക് സ്പേസ് കൊടുക്കൂ. ഇപ്പം ഇത്രയും KPCC ജനറൽ സെക്രട്ടറിമാരെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണ് സ്പേസ് ഉള്ളത്? സ്പേസ് വേണമെങ്കിൽ DCC പ്രസിഡന്റുമാർ വേണം. DCC പ്രസിഡന്റുമാർ വർക്ക് ചെയ്യണം. 10-90 വയസ്സായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കഴിയാത്ത ആളുകളെ DCC പ്രസിഡന്റുമാരായിട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവരെങ്ങനെ പണിയെടുക്കും? അപ്പൊ പണിയെടുക്കാൻ കഴിവുള്ള ആളുകളെ DCC പ്രസിഡന്റുമാരാക്കുക, യുവാക്കളെ DCC പ്രസിഡന്റുമാരാക്ക്. ഇവരതൊന്നും ചെയ്യില്ല. കാരണം ഇത്രയും യുവാക്കളുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ കാലം കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസ് നിന്നും പുറത്തേക്ക് പോകുന്ന ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ സ്ഥലമില്ല. ഇവരെ DCC പ്രസിഡന്റുമാരാക്ക്, അല്ലെങ്കിൽ DCC കമ്മിറ്റിയിലേക്ക് കൊണ്ടുപോവാ. അങ്ങനെയല്ലേ ഈ പാർട്ടിയെ മാറ്റിയെടുക്കേണ്ടത്. അപ്പൊ താഴെ തട്ടിലെ ആള് വേണ്ട, എല്ലാവർക്കും മുകളിൽ വേണം. അവരെല്ലാവരും നേതാക്കന്മാരായിരിക്കണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ഇത്തരത്തിൽ നശിച്ചു പോവുകയുള്ളൂ.